BTS 2026 മാർച്ച് 21 3.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഔദ്യോഗികമായി തിരിച്ചെത്തി. നെറ്റ്ഫ്ലിക്സ് വഴി ലൈവ് സ്ട്രീം ചെയ്ത BTS അരിറാങ്ക് ലൈവ് എന്ന കോൺസെപ്റ്റോടെയാണ് ഈ വലിയ തിരിച്ചുവരവ്. ഈ ഇവന്റ് അവരുടെ 5ാമത്തെ സ്റ്റുഡിയോ ആൽബമായ അരിറാങ്ക് പുറത്തിറക്കുന്നതിനോടൊപ്പം നടന്നതും അതിൻ്റെ ഹൈ എനർജി പ്രൊഡക്ഷനും ഇമോഷണൽ ഇമ്പാക്റ്റും കൊണ്ടും തുടക്കത്തിൽ തന്നെ വലിയ പ്രശംസ നേടുകയും ചെയ്തു. വിമർശകരും ആരാധകരും ഒരുപോലെ BTSൻ്റെ പുതിയ ജ്വാലയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് അവരുടെ സൈനിക സേവനത്തിന് ശേഷമുള്ള ഈ തിരിച്ചുവരവിൽ. BBC ന്യൂസ് വിലയിരുത്തലുകൾ പ്രകാരം ഈ ഷോ BTSൻ്റെ പഴയ റോ എനർജിയും റെബലിയസ് റാപ്പ് ഹെവി സ്റ്റൈലും വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. ഇത് അവരുടെ ഹൈയേറ്റസ് മുമ്പുള്ള ഇംഗ്ലീഷ് പാട്ടുകളിലെ റിട്രോ ഡിസ്കോ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഗൾഫ് ന്യൂസ് ഈ കംബാക്കിനെ റോ, എക്സ്പ്ലോസീവ് ആൻഡ് ഇമോഷണൽ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇപ്പോൾ 30കളിലെത്തിയ അംഗങ്ങളുടെ പക്വത അവരുടെ സ്റ്റേജ് പ്രസൻസിന് കൂടുതൽ ഷാർപ്പും ഡാർക്കും ആയ ഒരു ഗുണം നൽകുന്നുവെന്നും അവർ പറയുന്നു. സിയോൾ നഗരത്തിലെ ഗ്വാങ്ഹാമോൺ സ്ക്വയറിൽ 22,000 ഭാഗ്യശാലികൾക്ക് നേരിട്ട് കോൺസേർട്ട് കാണാൻ കഴിഞ്ഞപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി 190-ലധികം രാജ്യങ്ങളിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലൈവ് സ്ട്രീം ലഭിച്ചു. അരിറാങ്ക് ആൽബത്തിൽ നിന്നുള്ള ചില പ്രധാന ഗാനങ്ങൾ ലൈവ് പ്രകടനത്തിൽ ശ്രദ്ധ നേടി. ബോഡി ടു ബോഡി കോൺസേർട്ടിൻ്റെ തുടക്കഗാനം പരമ്പരാഗത കൊറിയൻ സംഗീത ഘടകങ്ങളും ശക്തമായ ഹിപ്പ് ഹോപ്പ് ബീറ്റും ചേർന്നതാണ് സ്റ്റേഡിയം തലത്തിലുള്ള പ്രേക്ഷകർക്ക് അനുയോജ്യം. നോർമൽ ആഗോള പ്രശസ്തിയും വ്യക്തിപരമായ നിശബ്ദതയും തമ്മിലുള്ള വിരുദ്ധതയെ അവതരിപ്പിക്കുന്ന പ്രകടനം. നെറ്റ്ഫ്ലിക്സ് ആൻഡ്സ് പ്രത്യേകമായി പ്രൊമോട്ട് ചെയ്ത ട്രാക്ക്. ഇൻടു ദ സൺ കോൺസേർട്ടിൻ്റെ അവസാന ഗാനം. വിമർശകർ ഇത് സ്റ്റേഡിയം റോക്ക് ബൊംബാസ്റ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഡിജിറ്റൽ വോക്കൽ ഇഫക്റ്റുകളും അതർ വേൾഡ്ലി ഫീലും ഉൾക്കൊള്ളുന്ന ഒരു സമാപനം. ഈ ലൈവ് ഇവൻറ്റിന് ശേഷം നെറ്റ്ഫ്ലിക്സും BTSും തമ്മിലുള്ള സഹകരണം തുടരുന്നു. BTS ദ റിട്ടേൺ 2 ഭാഗങ്ങളുള്ള ഒരു ഡോക്യുമെൻ്ററി 2026 മാർച്ച് 27 റിലീസ് ചെയ്യും. ഇതിൽ അരിറാങ്ക് ആൽബത്തിൻ്റെ റെക്കോർഡിംഗ് പ്രക്രിയയും അവരുടെ അപ്കമിംഗ് 82 ഡേറ്റ് വേൾഡ് ടൂറിനുള്ള തയ്യാറെടുപ്പുകളും ഉൾപ്പെടും. ഇതുപോലെയുള്ള നല്ല വാർത്തകളും പുതിയ അറിവുകളും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ലഭിക്കുന്നതിനായി മലയാളി 360 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും എത്തിക്കുന്നതിനായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.